ഹലോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ, നമ്മൾ 2 ക്വാർട്ടേഴ്സുള്ള ആൾക്കാരും കൂടെ ഒന്ന് ചുറ്റാൻ പോവാണ്. ചുറ്റാനൊന്നും പറയാൻ പറ്റൂല, എന്തായാലും ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ പുതിയ സമ്മർ കളക്ഷനൊക്കെ വന്നെന്ന് കേട്ട്. അപ്പോൾ പിന്നെ ഒന്ന് താഴെ ഗസ്റ്റും ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് പോയിട്ട് വരാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോകാൻ നോക്കുവാണേ. പക്ഷേ ഞങ്ങൾ ഭർത്താക്കന്മാരൊന്നുമില്ല കേട്ടോ, അവരൊക്കെ ഡ്യൂട്ടിയിലാണ്. പിന്നെ നോമ്പുമാണല്ലോ, അപ്പോൾ ഞങ്ങൾ മാത്രം ഇവിടെ അടുത്ത സ്ഥലത്തായിട്ടൊന്നിങ്ങനെ പോയി കറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇറങ്ങാൻ നോക്കുകയാണ്. ഇപ്പം തന്നെ കുറേ ലേറ്റ് ആയിട്ടോ, ഞങ്ങളിങ്ങനെ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പ്ലാൻ ചെയ്തത്, പെട്ടെന്ന് പ്ലാൻ ചെയ്താണേ. അപ്പം പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങി ഗൈസ്. എന്നെ വന്ന് ഷേസ് വിളിച്ചപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുവാണ്. വിളി ഹലോ ഗൈസ്, അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പോവാൻ ഒരുങ്ങി സുന്ദരിയായിട്ട് ഞാൻ പോകുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. നല്ല രസമാണ് ഈ ഫോൺ ഇതാക്കാൻ. അല്ല, ഫോണില് ബ്ലോഗ് എടുക്കാൻ. അപ്പൊ ഞങ്ങള് വീട്ടിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിലാണ് ഗൈസ് ഇവിടെ. ചെന്നൈയില് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചെന്നൈയിൽ എത്തുമ്പോ എന്തായാലും വണ്ടി വേണം, അല്ലെങ്കിൽ ഞങ്ങൾ കടിഞ്ഞ് എന്തുവാ മീനായി പോവും. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരാൾക്ക് വെള്ളം വേണം. കാലം കൂടെയായിട്ട് 3 പിള്ളേരെ ബാക്കിൽ. ഞങ്ങളങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ റോട്ടിലെത്തിയപ്പോൾ തന്നെ ബസ് മുന്നിൽ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓടി ബസ്സിൽ കയറി. ഇവിടുത്തെ ബസ്സിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ സെക്ഷനായിട്ട് തിരിക്കുകയൊന്നുമില്ല. നമ്മളെ നാട്ടിലല്ലേ ബാക്കിൽ ബോയ്സ്, ഫ്രണ്ടിൽ ഗേൾസ് അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കയറാം. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് സ്പെഷ്യൽ. നമുക്കിവിടെ പൈസ വേണ്ട, അതായത് സ്ത്രീകൾക്ക് പൈസ വേണ്ട. നമ്മൾ ഈ അടുത്തടുത്ത ഏരിയകളിലൊക്കെ പോവുകയാണെങ്കിലാണ് കേട്ടോ അങ്ങനെ. ദൂര സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വേണമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്ക് ടിക്കറ്റ് തരും, അതിലിങ്ങനെ 00 അടിച്ചിട്ടാണ് ടിക്കറ്റ് തരുന്നത്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ സീറ്റിലിരിക്കുക. അവരുടെ പൈസ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അവരൊക്കെ സീറ്റിലിരുന്നാണ് യാത്ര ചെയ്യുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, സീറ്റിലൊക്കെ ആയിട്ട് ഇരുന്നാൽ ഓടിച്ച് വിടുമായിരുന്നു. ഫുൾ ടിക്കറ്റ് കയറുന്ന സമയത്ത് നമ്മളൊക്കെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് കൊടുക്കണമല്ലോ. ഇവിടെ പക്ഷേ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ സ്ഥലത്തെത്തി കേട്ടോ. അങ്ങനെ കൊച്ചി എത്തി. പക്ഷെ കൊച്ചി എത്തിയെങ്കിലും ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നത്. ഞങ്ങൾ ബസ് ഇറങ്ങി പിന്നെ ഓട്ടോ വിളിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ച്. പക്ഷേ പിന്നെ നമ്മൾ ഏതായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ ഈ മാർക്കറ്റുകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും സ്റ്റുഡിയോ മാത്രമായിട്ടല്ല പ്ലാൻ ചെയ്ത്, ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒന്നും കയറണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ച്. അയ്യോ വേണ്ട ഗൈസ്, അവിടെ ട്രെയിൻ ഉണ്ട് ഗൈസ്. ആ ട്രെയിൻ നമുക്ക് മുറിച്ച് കിടക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെ അങ്ങ് കടന്നോളും. അവിടെയിൽ ഇവരെക്കാട്ടിലൊക്കെ സീനിയർ ഞാനാണ് കേട്ടോ. ഞാനിവിടെ 1.5 വർഷമായി താമസിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഈ മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ മുറിച്ച് കടന്നാണ് പോകുന്നത്. അത് വിചാരിച്ചായിരുന്നു ഇന്നും നോക്കിയത്. പക്ഷെ അവിടെ ട്രെയിൻ നിർത്തി വെച്ചോണ്ട് ഞങ്ങൾക്ക് ഇന്ന് അത് പറ്റിയില്ല. എന്തുവാ, ഞങ്ങൾ ക്ഷീണിച്ച് ഗൈസ്. വിചാരിച്ചതിലും കൂടുതൽ നടന്ന ക്ഷീണമാണ് കേട്ടോ എല്ലാവരെയും മുഖത്ത് കാണുന്നത്. എന്തായാലും ഞങ്ങൾ അവസാനം എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ട്രെൻഡും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തി ഗൈസ്. നടന്ന് അവസാനം ഞങ്ങളുടെ ആവടി സ്റ്റുഡിയോ കണ്ടോ ഗൈസ്. അത്യാവശ്യം വലിയ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്.
ഗൈസ് കവറൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, വെറുതെ തേരാപ്പാര നടക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, സ്റ്റുഡിയോയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒരു ലിസ്റ്റിക്ക് മേടിച്ചാണ് ഈ സ്റ്റുഡിയോയിൽ. അപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിക്കും യൂട്ടസും ഒന്നും മേടിക്കുന്നില്ല. പിന്നെ ഞാൻ അന്ന് ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ ഒരെണ്ണമായിട്ട് വന്നു. ഇന്നിവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ചെരുപ്പിലൊക്കെ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ. പക്ഷേ നമ്മൾ ഈ ഓഫർ കണ്ട് ഓഫറിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ വാങ്ങിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഓഫറിൽ 199 രൂപ 399 രൂപ അതിനൊക്കെ വാങ്ങിച്ച സാധനങ്ങൾ ഈ ഓഫറില്ലാത്ത സമയത്താണ് ഓവർ പ്രൈസായിട്ട് കിടക്കുക. ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ നിന്നൊന്നും വാങ്ങിക്കുക എന്നുള്ളതല്ലാത്തത് കൊണ്ടും ഞങ്ങളിങ്ങനെ ചില്ലടിക്കാൻ വന്നതായതുകൊണ്ടും പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ചേ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ എല്ലാ കണ്ണാടിയിലൊക്കെ പോയിട്ട് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എന്തോ കണ്ടുപിടിച്ചത് സഞ്ചി വാങ്ങി വെച്ചിട്ട് ഒന്നും കാലി സഞ്ചിയുമായിട്ട് നടക്കുകയാണ്. ഗേൾസിൻ്റെ സെക്ഷനിൽ ഒരുപാട് ബീച്ച് വൈബുള്ള ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ. അത് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ നമ്മളിപ്പോൾ ബീച്ചിലൊന്നും പോവാത്തതുകൊണ്ട്, ഇപ്പോൾ ബീച്ചിൽ പോയാൽ കരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിട്ടോ. അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം ഒക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാം മറന്നുപോയി. ഇത് കണ്ടോ ഗൈസ് നിങ്ങൾ, ഈ പാൻറ്റിൻ്റെ സൈഡിൽ നമ്മുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് വേറെ എന്തൊക്കെയോ ഓർമ്മ വന്നിട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഗേൾസിൻ്റെ സെക്ഷനിൽ പരതലിന് ശേഷം ഞങ്ങൾ ബോയ്സിൻ്റെ സെക്ഷനിലെത്തിയിട്ടോ. ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഒത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി. എന്തായാലും ഇവിടെ മൂഡ് പോയി. ഞങ്ങൾ താഴെ ഇറങ്ങി ഈ ജ്വല്ലറി സെക്ഷനിലൊന്നും കയറി. ഈ കമ്മൽ സെക്ഷൻ്റെ ഇവിടുത്തെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചില വളകളും ഈ കമ്മലുകളൊക്കെ. അപ്പം ഞാനിങ്ങനെ കമ്മലെടുക്കാമെന്ന് വിചാരിച്ച്, ഏതായാലും വന്നതല്ലേ എന്തെങ്കിലും ഒന്ന് എടുക്കാണ്ട് പോകുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഇതിലൊരു കമ്മൽ സെറ്റ് എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അതങ്ങ് എടുത്ത്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ടൊന്നും ആരും വാങ്ങിയില്ല. ഒരു ജീൻസും പിന്നെ കുറച്ച് ഈ ഓർണമെൻറ്റ്സും കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത കടയിലേക്ക് കയറി കേട്ടോ. പാന്തലൂൺസിലാണ് കയറിയത്. കയറിയ സ്പീഡിൽ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോന്നു. ആ സ്ഥലത്തെ വിദഗ്ധമായ പാളിച്ചയ്ക്ക് ശേഷം നമ്മൾ മിനിസോയിൽ പോവുകയാണ്. ആ കാണുന്ന അതാണ് മിനിസോ, കണ്ടില്ലേ ബോർഡ്? അങ്ങനെ പാന്തലൂൺസും സുഡിയോയൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് ഞങ്ങൾ മിനിസോയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്നെങ്കിലും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം. ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളതാണ്. ഇവിടെ കയറിയതും ഞങ്ങൾ കണ്ണ് തള്ളിപ്പോകുന്നത്. ഒരാളെ കണ്ടില്ലേ, ഇയാളിങ്ങനെ എന്തെടുക്കണം എന്നും കൺഫ്യൂഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങളും ഇങ്ങനെ എല്ലാം കണ്ട് നല്ല പിൻട്രസ്റ്റ് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നിറയെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഓയിൽ വെക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ട് കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ 2 ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്നും ഞങ്ങൾ പാന്തലൂൺസിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ ഇറങ്ങി. പിന്നെ നല്ല നേരെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു നട്ട്സ് കടയിൽ കയറി കേട്ടോ. നമ്മളെ നോമ്പൊക്കെ അല്ലേ, അപ്പം മൊഹബത്ത് കി സർബത്തൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് ഇനി നടക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോയും വിളിച്ച് തിരിച്ചു പോവുകയാണേ. എന്തായാലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. കളിച്ചും ചിരിച്ചും കുറേ സമയം അങ്ങനെ കടന്നുപോയി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിനെ. അപ്പം അത്രയൊക്കെയുള്ളൂ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ബായ്.